അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞാൻ വന്നത്. എല്ലാ നാട്ടിലെ എല്ലാ മഹല്ല് കമ്മിറ്റികളും വളരെ കർശനമായിട്ടൊരു നിയമം നമ്മുടെ ജമാഅത്തുകളിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ നാട് കള്ള്, കഞ്ചാവ്, MDMന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ്. ഇന്ന് കോളേജ് ക്യാമ്പസുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിച്ചു നോക്കിയാൽ കള്ള്, കഞ്ചാവ്, MDMന്റെ സപ്ലൈ ചെയ്യാനും അത് വാങ്ങാനും അത് കഴിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ യാതൊരു ലജ്ജയില്ലാത്ത മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നാട്ടിൽ മാന്യന്മാരായി ചമയുന്ന എത്രയോ ചുറുചുറുക്കുള്ള അന്തസ്സുള്ള ചെറുപ്പക്കാരടക്കം ഇതിൽ അടിമപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ എത്രയോ രാത്രികളെ കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. സ്വന്തം വിഷമം പറയുന്ന മാതാപിതാക്കളുണ്ട്. ഏതായിരുന്നാലും സ്വന്തം നാട്ടിലുള്ള ഓരോ മഹല്ല് കമ്മിറ്റികൾ ഇതിനു വേണ്ട കർശനമായ നിയമം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ചെറുപ്പക്കാരുടെ ഭാവി ജീവിതം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കർശനമായ നിയമം ഓരോ മഹല്ല് കമ്മിറ്റികൾ ഇത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് സാന്ദർഭം ഞാൻ ഉണർത്തുകയാണ്. സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാത്ത മക്കളെ തിരിച്ചറിയാത്ത മാതാപിതാക്കളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കഴുത്തറക്കാൻ MDM അതുപോലെയുള്ള മയക്കുമരുന്നുകളെ ഉപയോഗിച്ച ആളുകൾക്ക് സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കഴുത്തറക്കാൻ യാതൊരു ലജ്ജ കൂടാതെ അവർ എടുക്കാൻ അതിനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മഹല്ല് കമ്മിറ്റികളും ഇതിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, എല്ലാ വീട്ടുകാരുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഓരോ വിഷയത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ ദുരന്തത്തിലേക്ക് പോകാൻ വളരെ കൂടുതലാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.